അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ ആ കുംഭകർണൻ രാവണനോട് പറഞ്ഞ നീതിവാക്യങ്ങളാണ്. ആ നീതിവാക്യങ്ങൾ രാവണൻ അഹിതമായിരുന്നു. അത് പ്രിയത്തെ പറയുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. സത്യമാണെങ്കിലും ഗുണം ചെയ്യുന്നതാണെങ്കിലും അപ്രിയമായ സത്യം പറയാതിരിക്കൽ എന്നാണല്ലോ സംഭാഷണത്തിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രമുഖമായ ഒരു കാര്യം. അതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇഷ്ടത്തെ മാത്രം പറയും. അപ്പോൾ അതുകൊണ്ട് അവരോട് വല്ലാതെ സ്നേഹവും തോന്നും. അതൊരു മനുഷ്യപ്രകൃതിയാണ്. ഇഷ്ടമല്ലാത്തത് ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഒരു കാരണവശാലും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ അതിൻ്റെ ഗുണദോഷ വിചിന്തനം നടത്തി അയാൾ പറഞ്ഞത് ശരിയാണെന്നും തന്നോട് ചേർന്ന് നിൽക്കുന്ന തൽപര കക്ഷികൾ പറയുന്നതാണ് പലപ്പോഴും നമുക്ക് അബദ്ധമായി വരുന്നതെന്നുമുള്ള ഒരു ബോധം ജനിച്ചാൽ പിന്നെ ആ പ്രശ്നമില്ല, ഇതുണ്ടാവില്ലല്ലോ. വിശേഷിച്ചും ആപത്ത് വന്ന് അകപ്പെടുന്നു എന്നുള്ളത് തിരിച്ചറിയാതെ ഇരിക്കുന്ന ആളാണ് അവിടെ രാവണൻ ജയിക്കുമെന്ന് അയാളുടെ ധാർഷ്ട്യം. അപ്പോഴും ഇത്രയും നാശങ്ങളെല്ലാം ഉണ്ടായെങ്കിലും, ഇത്രയും ദോഷങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും രാവണൻ്റെ വിചാരം എന്താണ്? താൻ ത്രിലോകപുരന്തരനായതുകൊണ്ട് തനിക്ക് ഈ രാമനെയും അയാളുടെ കണ്ണിൽ കേവലം മനുഷ്യപ്പുഴുവായ രാമനെയും ജയിക്കാൻ കഴിയും, അനായാസം ജയിക്കാൻ കഴിയും. അതിനാവശ്യമായ കരുക്കളൊക്കെ തൻ്റെ കയ്യിലുണ്ട്. നിരവധി ആയുധങ്ങൾ തൻ്റെ പക്കലുണ്ട്. ആണവായുധങ്ങൾ അടക്കം എല്ലാം തൻ്റെ കയ്യിലുണ്ടെന്നാണ് അയാളുടെ വിചാരം. അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാൽ തീർച്ചയായും രാമനെ സംഹരിക്കാമെന്നുമുണ്ട് വിചാരം. അപ്പോൾ അതിനനുസൃതമായിട്ട് സംസാരിക്കുന്ന ഒരാളെ മതി അയാൾക്ക്. പക്ഷേ ആണെങ്കിലും ഈ അപ്രിയമായ സത്യം പറയാതിരിക്കാൻ കുംഭകർണനിലെ ആ വ്യക്തിത്വം സമ്മതിക്കുന്നില്ല. അയാൾ പരാക്രമിയാണ്, കൊള്ളരാത്തവനാണ്. പക്ഷേ അയാൾക്ക് ഉണ്ടല്ലോ ഒരു വ്യക്തിത്വം. എല്ലാ മനുഷ്യർക്കും ഉണ്ട് അവരവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം കളഞ്ഞു കുളിച്ച് ആരും അങ്ങനെ സംസാരിക്കാറില്ല. അല്ലെങ്കിൽ അഭിമാനബോധം തീരെ ഇല്ലാത്ത ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ സാധാരണ നമ്മുടെ മുമ്പിൽ ആരും ദുരഭിമാനമേ ഉള്ളൂ. നമുക്ക് അഭിമാനം ഇല്ലായ്മയൊന്നുമില്ല. സാധാരണ എല്ലാവർക്കും അഭിമാനക്ഷതി ഉണ്ടാവുക, അഭിമാനത്തിന് നാശം ഉണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലുണ്ട് ഒരു ദുരഭിമാനം. അതുകൊണ്ട് അങ്ങനെ ഈ അഭിമാനം പലതരത്തിലുണ്ട്. പ്രധാനമായും 2 തരമാണ്: കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും. അതിനോട് ചേർന്ന് ദേഹാഭിമാനവും കൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ 2 അഭിമാനത്തിൻ്റെ കൂടെ ഒരഭിമാനം കൂടെ ചേർന്ന് 3 അഭിമാനമാണ് സാധാരണ ആളുകൾക്കുള്ളത്. കർത്തൃത്വാഭിമാനം എന്ന് പറയുന്നത് ഞാൻ കർത്താവാണ്, എല്ലാം എൻ്റെ കയ്യിലൂടെയാണ് പോകുന്നത്, ഞാനാണ് എല്ലാത്തിനും അധികാരി, എൻ്റെ യജമാനത്വത്തിൽ നിന്ന് ഞാൻ ഒന്നിനെയും ഒഴിവാക്കുകയില്ല, അതുകൊണ്ട് മറ്റെല്ലാവരും എനിക്ക് വിധേയപ്പെട്ട് നിൽക്കണം, എനിക്ക് അനുകൂലമായിട്ട് മാത്രം വേണം എല്ലാവരും പെരുമാറാൻ, ഞാൻ എല്ലാവരെയും നിയന്ത്രിക്കും, എല്ലാവരെയും ഭരിക്കും. ഇതാണ് കർത്തൃത്വാഭിമാനം. ഭോക്തൃത്വാഭിമാനമോ? ഇതെല്ലാം എൻ്റെ വകയാണ്, ഞാൻ കർത്താവ് ഞാനാണെങ്കിൽ അത് അനുഭവിക്കുന്ന ആളും ഞാനാണ്, അതിന് ആ കൺസ്യൂമറും ഞാൻ തന്നെയാണെന്നാണ്, ഉപഭോക്താവ് ഞാൻ തന്നെയാണെന്നാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ ദേഹത്തെ നിലനിർത്താൻ, എൻ്റെ ജീവിതത്തെ നിലനിർത്താൻ, എനിക്ക് സുഖമുണ്ടാകാൻ, എൻ്റെ ലൗകികഹിതങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ശാരീരികവും മാനസികവുമായ ശൈഥില്യങ്ങൾ ഉണ്ടാകാതെ സുഖകരമായി ജീവിച്ചു പോകാൻ, എൻ്റെ ആർഭാടങ്ങൾ അതുപോലെ എനിക്ക് അനുഭവിച്ചു തീർക്കാൻ, ഇങ്ങനെയൊക്കെയാണല്ലോ. അതാണ് ദേഹാഭിമാനം. അപ്പോൾ കർത്തൃത്വാഭിമാനവും ഭോക്തൃത്വാഭിമാനവും ദേഹാഭിമാനവും, ഇങ്ങനെ 3 അഭിമാനങ്ങൾ. ആകത്തെ 2 ആണ് പ്രധാനം. ഏതാ? കർത്തൃത്വാഭിമാനവും ഭോക്തൃത്വാഭിമാനവും. ഭോക്താവ് എന്ന് പറയുമല്ലോ, ഭോക്താവ്, കർത്താവ്, ഈ 2 ആളുകളാണുള്ളത്. ചെയ്യുന്നയാളും ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആളും 2 ഒരാളാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ചെയ്തത് വേറൊരാൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത്ര സുഖമുള്ള കാര്യമല്ല. ഞാൻ മുമ്പ് അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വാഴ വെച്ചാൽ ആ വാഴയിൽ വലിയ കൊലയുണ്ടായാൽ ആ കൊല ആര് വെട്ടും? വാഴ വെച്ചത് ഞാനല്ലേ, ഞാൻ വെട്ടും, അല്ല എൻ്റെ ആൾക്കാർ വെട്ടും. അതാണ് കർത്താവ് ഞാനാണെങ്കിൽ എൻ്റെ ഭോക്താവ്, അനുഭവിക്കുന്നയാൾ, കൺസ്യൂമർ ഞാൻ തന്നെയാണ്. ഇതാണ് ഇങ്ങനെ കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും ഉണ്ട്. അതെന്തിന്? നമ്മുടെ ദേഹത്തെ നിലനിർത്താൻ. എൻ്റെ ദേഹം എൻ്റെ സ്വന്തമാണ്. ദേഹമൊന്നും സ്ഥിരമല്ലെന്നുള്ളതാണ് വേദാന്ത തത്വം. പക്ഷേ ദേഹം സ്വന്തമാണെന്നാണ് വിചാരിക്കുക. കാരണം മുള്ളുകൊണ്ടാൽ എൻ്റെ കാല് വേദന എടുക്കും, കൈ മുറിഞ്ഞാൽ കൈ വേദന എടുക്കും,
പിന്നെ ചതഞ്ഞാൽ ആ ചതയുന്ന ഭാഗം വേദന എടുക്കും. അപ്പോൾ വേദനയൊക്കെ അനുഭവിക്കുന്നത് ഞാനല്ലേ, എൻ്റെ ദേഹമല്ലേ. ഇതാണ്. അപ്പോൾ എന്നാൽ ആ ഫലം ശരീരത്തെ അനുഭവിപ്പിക്കുന്നത് ആത്മാവാണ് എന്ന ബോധം ഉണ്ടായാലോ, ഉണ്ടായാൽ ഈ ആകെപ്പാടെ തെറ്റും. ആരാണ് ഞാൻ എന്നാണ്ട് പിന്നെ അന്വേഷണം. ഈ അന്വേഷണ കൗതുകം എല്ലായ്പ്പോഴും എല്ലാ ജീവികൾക്കും ഉണ്ട്, ഏറിയോ കുറഞ്ഞോ ഉണ്ട്. അത് മനുഷ്യനതിൽ കൂടുതലാണെന്നേ ഉള്ളൂ. കാരണം മനുഷ്യനാണല്ലോ ജീവകോടികളിൽ വെച്ച് ഏറ്റവും പ്രധാനിയാണെന്ന് അഭിമാനിച്ച് നടക്കുന്ന ആൾ. ഞാനാണെല്ലാം എന്നാണ്, എൻ്റെ കാൽക്കിൽ കീഴിലാണെല്ലാം എന്നാണ് വിചാരിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞ ഈ 3 തരം അഭിമാനവും വളരെ പ്രധാനമായി വരുന്നു. ഏതൊക്കെ ഒന്നും കൂടെ അതൊന്ന് ഓർത്ത് നോക്ക്. കർത്തൃത്വ അഭിമാനം, ഭോക്തൃത്വ അഭിമാനം, ഭോക്താവ് എന്നുള്ള വാക്ക്, ഭോക്തൃത്വ അഭിമാനം, പിന്നെ ഒന്ന് ദേഹാഭിമാനം, 3 കൂടെ. അപ്പോൾ ഇങ്ങനെ കുംഭകർണന് ഇവിടെ ഇങ്ങനെ അഭിമാനം ഉണ്ടല്ലോ. അയാൾ ലൗകിക ഹിതങ്ങളായിട്ട് അനുഭവിച്ചാണ് ജീവിക്കുന്നത്. ലൗകികമായ ഹിതങ്ങളാണ്, വിഷയഭോഗങ്ങളാണ് അയാൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ വിഷയഭോഗങ്ങൾ അനുഭവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അയാൾക്ക് തീർച്ചയായും അയാളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് തന്നെ ഇത്തരം അഭിമാനങ്ങളാണ്. ആ അഭിമാനങ്ങൾ പലപ്പോഴും ദുരഭിമാനമായി പോകുന്നു സാധാരണ ആളുകളിലൊക്കെ. നമുക്കൊക്കെ അത് ബാധകമാണ്. എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ്, ഈ ദുരഭിമാനം എന്നുള്ളത്. ഞാൻ അഭിമാനപൂർവ്വം പറയും എന്നൊക്കെ ആളുകൾ പറയും. എന്തായി അഭിമാനപൂർവ്വം പറയുക? രൂപരസ ഗുണഗന്ധ ഭാവങ്ങളായ അവസ്ഥകളോട് ചേർന്ന് പെരുമാറാൻ കഴിയുന്നിടത്തുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് ശരിയായ അഭിമാനം. അതൊരിക്കലും ദോഷമല്ല, അതൊരിക്കലും ദോഷമായി വരില്ല. അപ്പോൾ ദോഷമായി വരുന്നത് എന്താ? ഈ പറയുന്ന മനോഭാവങ്ങളിൽ സ്വാർത്ഥത കുന്നുകൂടും. താൻപോരിമ ഏറ്റവും അധികം ഉണ്ടാവും. താൻപോരിമ ഏറ്റവും അധികം ഉണ്ടാകുമ്പോഴെന്താണ് സംഭവിക്കുക? ദുഷിച്ചു പോവും, വ്യക്തിത്വം ദുഷിച്ചു പോവും. തൻ്റെ വ്യക്തിത്വം ദുഷിച്ചതാണെന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുമ്പോൾ ഇവൻ നീചനാണ്, കൊള്ളരാത്തവനാണ്, മഹാഭാവിയാണ്, കുറ്റവാളിയാണ്, ആസത്താണ്, സഹകരിക്കാൻ കൊള്ളാത്തവനാണ്, അവനെ ഒഴിവാക്കേണ്ടതാണെന്നൊക്കെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ മറ്റാളുകൾക്ക് തോന്നും നമ്മെക്കുറിച്ച്. മറ്റുള്ളവരെക്കുറിച്ച് നമുക്കും തോന്നും, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കും തോന്നും. അപ്പോൾ ഇങ്ങനെ ഈ സ്വഭാവ രീതികൾ സ്വഭാവമാണ്, സ്വന്തം ഭാവമാണ്. സ്വഭാവം എന്ന് പറയുന്നത് സ്വന്തം ഭാവമാണ്, സ്വഭാവം. ആ സ്വന്തം ഭാവം എന്തൊക്കെയാണ്? ഈ ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഭാവം എന്ന് പറഞ്ഞാൽ വികാരം എന്നാണ്. ഭാവം താൻ വികാരമാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുക. ഇഷ്ടം എവിടുന്ന് വരുന്നു? വികാരത്തിൽ നിന്നാണ്. വികാരത്തിൽ നിന്നാണ് നമുക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകുന്നത്. ആ വികാരങ്ങൾ തനിക്ക് തന്നെ അനുകൂലമാകുമ്പോഴാണ് നല്ല അഭിപ്രായം എന്ന് പറയുന്നത്. മറ്റാളിൻ്റെ അഭിപ്രായം നമുക്ക് സ്വീകാര്യമല്ലാതെ വരുമ്പോൾ, അനുചിതമാണെന്ന് തോന്നുമ്പോൾ അത് നമ്മൾ പറയും ദുസ്വഭാവമാണ്, മഹാ ദുസ്വഭാവിയാണെന്ന് പറയും. അപ്പോൾ സ്വഭാവമാണ്, ഓരോരുത്തർക്കും ഉണ്ട് ഈ സ്വഭാവം. അപ്പോൾ സ്വന്തം വികാരഭാവത്തെ, വികാരാംശത്തെ മറ്റുള്ളവർക്കും കൂടി ഹിതകരവും സുഖകരവും അനുകരണീയവും ആസ്വാദ്യവും ആകർഷകവുമാക്കി വയ്ക്കാൻ പറ്റിയാൽ അതാണ് സൽസ്വഭാവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ കുംഭകർണനെ സംബന്ധിച്ചിടത്തോളം ഈ ജ്യേഷ്ഠന് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും പറയാനുള്ളത് പറയുക എന്നുള്ളതാണ്. അവിടെ പിന്നെ ആരുടെ മുമ്പിലും പറയുക. ചില ആളുകൾ അങ്ങനെയില്ലേ, ചില ആൾ പറയുമല്ലോ, എന്ത് പ്രശ്നമാണ് പറയാനുള്ളത് ഞാൻ പറയും, പിന്നെ ഉള്ളു വേറെ കാര്യം എന്ന് പറയാറില്ലേ. അത്രയും സ്വാതന്ത്ര്യ ബോധം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാവമാണ്, ഭാഗമാണ്. എന്തായാലും കുംഭകർണൻ്റെ വാക്കുകൾ രാവണനെ വളരെ കുപിതനാക്കി തീർത്തു. പുരിയക്കൊടികൾ വളഞ്ഞ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളോടുകൂടി ഈ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് അലറി വിളിക്കുന്നത് പോലെ രാവണൻ പറഞ്ഞു, എനിക്കൊരു ഗുരുവിനൊന്നും ആവശ്യമില്ല, എനിക്ക് ജ്ഞാനബോധം ചെയ്യാം. നീ ആരാടാ? നിനക്ക് സാധിക്കുമെങ്കിൽ എന്നെ സഹായിക്കുക. എൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട്, എൻ്റെ ഐശ്വര്യങ്ങൾ അതിൻ്റെ പിൻപറ്റിക്കൊണ്ട് നീ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമെന്ന് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ നീ എൻ്റെ പാട്ടിന് പോകും എന്നാ പറഞ്ഞേ. അവിടെ പിന്നെ അണുചാണവും നോക്കിയില്ല, വാത്സല്യവും സ്നേഹവും ഒന്നും പ്രശ്നമില്ല. തനിക്ക് അനുഗുണമല്ലാത്ത ഒരാളെ കളയുക. എതിരാളും അങ്ങനെ ത്യാജ്യോ ദുഷ്ട പ്രിയോപ്യാസി ചെയ്ത് അങ്കുലികോ രക്ഷത എന്നാണ്. അതാണ് ഈ ദുഷ്ടന്മാരായ ആളുകളെ നമ്മൾ എങ്ങനെ കളയണം? വിഷദംശനമേറ്റ വിരൽ എങ്ങനെയാണോ മുറിച്ച് കളയണമെന്ന് വൈദ്യൻ പറയുന്നത് പോലെ, ഒരു വിഷദംശനം, കയ്യിലൊരു പാമ്പ് കടിച്ചു അല്ലെങ്കിൽ വിഷമേറ്റു, അപ്പോൾ വിഷവൈദ്യനോട് കൊണ്ട് കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ ഈ വിരൽ മുറിച്ച് കളഞ്ഞാലേ നോക്കൂ. അപ്പോൾ ഈ കടി ഏറ്റ ആൾ, വിഷം ഏറ്റ ആൾ പറയും, അയ്യോ എൻ്റെ കൈയാണ്, ഞാൻ മുറിക്കത്തില്ല, അയ്യോ എൻ്റെ കൈ പോയാൽ പിന്നെ എന്തിനുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ വിഷം ശരീരത്ത് മുഴുവനും ബാധിച്ച്
നമ്മളെ നശിപ്പിക്കും. ത്യാജ്യോ ദുഷ്ട, അതുപോലെ അങ്ങനെ ഉള്ള ആളാണ് ഈ ദുഷ്ടൻ. ആ ദുഷ്ടനെ ദൂരെ കളയണം. വിരൽ നമ്മൾ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും വിഷദംശനമേറ്റാൽ മുറിച്ച് കളയണമെന്ന് വന്നാൽ മുറിച്ച് കളയുന്നത് പോലെ തന്നെ എത്രത്തിന് ഇഷ്ടമുള്ള ആളായാലും ശരി, സ്വന്തം മകനായാലും അനുജനായാലും ബന്ധുവായാലും സുഹൃത്തായാലും വിശ്വാസ്യതയുള്ള ആൾ ആരായാലും ശരി, തനിക്ക് അപകടകാരമാണ്, തനിക്ക് അനുഗുണമായി പ്രവർത്തിക്കാത്തവനാണെന്ന് കണ്ടാൽ ഈ വിഷദംശനമേറ്റ വിരൽ മുറിച്ച് കളയുന്നത് പോലെ മുറിച്ച് ദൂരെ കളഞ്ഞേക്കണമെന്നാണ്. അവിടെ ബന്ധസ്വന്തമൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് അതറിയാവുന്ന രാവണൻ ഈ കുംഭകർണനെ ഇറങ്ങിപ്പോകാൻ പറയുക. അപ്പോൾ പിന്നെ പറഞ്ഞു, അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം, ദേഷ്യമാണെന്നറിയാം, എനിക്ക് എന്തായാലും ഞാൻ മരിക്കുമെന്നും എനിക്കറിയാം, അതുകൊണ്ട് തീർച്ചയായും ഞാൻ യുദ്ധത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞ് വലിയ കോട്ടം മുതൽ ചാടിക്കടന്ന് അപ്പുറത്ത് പോയി പിന്നെ വാൻഡന്മാരെല്ലാം പിടിച്ചു നിന്നും കൊണ്ട് ഇയാൾ യുദ്ധത്തിന് പോയി. ഒരുപാട് ആയുധങ്ങൾ, അത് തോമരം എന്ന് പറയുന്നൊരു ആയുധമുണ്ട്. ആ ആയുധമാണ് ഇയാൾ ഗംഭീരമായിട്ട് പ്രയോഗിക്കുന്നത്. എല്ലാം പ്രയോഗിച്ചു, എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാൻ അറിയാം. വില്ലാളി വീരനല്ലേ, അഭ്യാസിയാണ്, സിദ്ധയോഗിയാണ്. ഇവരെല്ലാം യോഗവിദ്യയൊക്കെ പഠിച്ചതാ. ശരീരത്തെ ചെറുതാക്കാനും വലുതാക്കാനും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനും അവിടെ നിന്ന് മറയാനും ഒക്കെ ഈ ഒടിവിദ്യകൾ, മായാവിദ്യകൾ ഒക്കെ പഠിച്ചവരായവർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇവരെല്ലാം നല്ലതുപോലെ പലതരത്തിലുള്ള ക്വാളിറ്റി ഉള്ളവരാണ്, യോഗ്യത സമ്പാദിച്ച ആളുകളാണ്. അതാണ് നമുക്ക് അത്ഭുതകരമായി വരുന്നത്. ഹിരണ്യകശിപുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ, ഇങ്ങനെയൊക്കെ എത്രയോ ആളുകളാണ്. ഇവരെല്ലാം അനഭ്യസ്തരായ ആളുകൾ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളല്ല. എന്തായാലും ഈ യുദ്ധക്കളത്തിൽ ചെന്നു, അവിടെ കണ്ടു, തൻ്റെ ജ്യേഷ്ഠനെ കണ്ടു, വിഭീഷണൻ വന്നു, കുംഭകർണനെ കണ്ടു. വിഭീഷണൻ കുംഭകർണനെ സമീപിച്ച് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ മനസ്സിലായോ? അങ്ങയുടെ അനുജനായ പിന്നെ വിഭീഷണനാണ് ഞാൻ, എന്നിൽ ദയുണ്ടാവണം. രാമൻ സാധാരണ മോശക്കാരനൊന്നുമല്ല, അദ്ദേഹം വിഷ്ണു ഭഗവാൻ തന്നെയാണ്. യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകിത, ഏകൈകം ഇതിലേതെങ്കിലും ഒന്നുപോലും. ഏകൈകം അപ്യനർത്ഥായ. അപ്പോൾ യൗവനം ഉണ്ടെങ്കിൽ അത് വേണ്ടവണ്ണമല്ല കൈകാര്യം ചെയ്യുന്നെങ്കിൽ അബദ്ധം ഉണ്ടാവും, ദുഃഖകരമാവും. ധനസമ്പത്തുകളുണ്ടെങ്കിലോ പറയാനില്ല, വേണ്ടവണ്ണം അല്ലാതെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അബദ്ധങ്ങളുണ്ടാവും. പ്രഭുത്വം, മറ്റെല്ലാവർക്കുള്ള ആധികാരികത ഉണ്ടാകുന്നു, വലിയ പ്രഭുവാണ് ഇയാൾ, വലിയ പൈസക്കാരനാണ് എന്ന് വന്നാൽ അത് ഉപദ്രവമല്ലേ? അത് ഉപദ്രവമാണ്. അവിവേകം പറയാനുണ്ടോ? വിവേകമില്ലാത്ത പെരുമാറ്റം ഉണ്ടായാലോ അതതിനേക്കാൾ പ്രശ്നമാണ്. പ്രഭുത്വം, അവിവേകിത, ഇതിൽ ഒന്നുപോലും ഉണ്ടെങ്കിൽ ഉപദ്രവമാണ്. രാവണനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉണ്ട്, ഒന്നിനൊന്ന് മെച്ചമായിട്ടെല്ലാം ഉണ്ട്. പിന്നെ എങ്ങനെ ഗുണം പിടിക്കും? വിശേഷിച്ചും ഇത് സാധാരണക്കാരി ഒരു പെണ്ണിനെ അല്ല ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപാരമായ സിദ്ധികളും പിന്നെ ദിവ്യത്വവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയെയാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതിനെ തിരിച്ചു കൊടുക്കേണ്ട ജ്യേഷ്ഠ. എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഇറക്കുകയും ചെയ്തു. അത് കാൽ മടക്കി അടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഈ വിഭീഷണൻ കുംഭകർണനോട് പറയുന്നത്, രാവണൻ കാൽ മടക്കി അടിച്ചു പോലും. എന്തായാലും അങ്ങനെയൊക്കെ അടിച്ച് ഇവിടുന്ന് കടന്നു പോകും, നിന്നെ ഇനി എൻ്റെ മുമ്പ് കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ആട്ടിപ്പായിക്കായിരുന്നു. അതിനാൽ എനിക്ക് അവിടുന്ന് മന്ത്രിമാരോടുകൂടി, എൻ്റെ 5 മന്ത്രിമാരോടുകൂടി, ഇവർക്കെല്ലാം മന്ത്രിമാരൊക്കെ ഉണ്ട്, സിൽബന്ധികളുണ്ട്, പി എകളുണ്ട്. നമ്മുടെ മന്ത്രിമാർക്ക് പി എ ഉണ്ടെന്ന് പറയുന്നില്ല, അതുപോലെ ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, കീഴ് ജീവനക്കാരുണ്ട്. അവരെയും കൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ രാമൻ്റെ സവിധത്തിലേക്ക് വന്ന് അഭയം യാചിച്ച് രാമൻ്റെ അനുചരനായി, രാമൻ്റെ സഹായിയായി മാറിയത്. അത് എൻ്റെ കുറ്റം കൊണ്ടല്ല. ഞാൻ നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ടും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹം അത് കേൾക്കാതെ പോയി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ മേൽ അങ്ങേക്ക് ദേഷ്യം തോന്നുന്നത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. കുംഭകർണൻ അനുജനെ അടിമുടി എത്തിച്ചു നോക്കി. കുംഭകർണൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. കുംഭകർണൻ പറഞ്ഞു, അനുജ, നീ രാമനെ ആശ്രയിച്ച് ദീർഘായുഷ്മാനായി ഈ ലങ്കയുടെ തന്നെ രാജാവായി സുഖമായി താമസിക്കൂ. എൻ്റെ വിധി ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ജ്യേഷ്ഠന് എൻ്റെ പ്രാണൻ പോലും കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഉപദ്രവം ഏൽക്കാതെ നീ അല്പം മാറി നിന്നോളൂ.
എന്ന് കണ്ണീരോടെയാണ് കുംഭകർണൻ പറയുന്നത്. അപ്പോൾ ആ കുംഭകർണൻ്റെ ആ മനസ്സൊക്കെ നമ്മളൊന്ന് വായിക്കണം. വാൽമീകി ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ എത്ര ക്രൂരനാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഒതുങ്ങിയിരിക്കുന്ന ഇത്തരം നിർമ്മലമായ അല്ലെങ്കിൽ സ്വീകാര്യമായ വിചാരങ്ങളുണ്ട്. നന്മയുടെ അംശങ്ങളാണ്, സദ്ഭാവത്തിൻ്റെ അംശങ്ങളാണ് നമ്മൾ അവിടെ എല്ലാം കാണുന്നത്. എന്ത് പ്രാധാന്യത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നതെന്നറിയാമോ? നമുക്ക് തോന്നും വെറും ഒരു കൃതിയാണ്, രാമനെ ബേസ് ചെയ്തിട്ടാണ്. അത് ശരിയാ, രാമനെന്ന കുറ്റിയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ബാക്കി എല്ലാ കഥാപാത്രങ്ങളെയും. രാമനൊരു കുറ്റി, ആ കുറ്റി അടിച്ച് തർത്ത് വെച്ചിരിക്കുക. ഈ എല്ലാ രാമായണവുമായി ബന്ധപ്പെടുന്ന എല്ലാ കഥാപാത്രങ്ങളെയും ഈ കുറ്റിയിൽ അടിച്ച് വിട്ടിരിക്കുക. അത് ഈ രാമൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതൊക്കെ ശരിയാ. പക്ഷേ അങ്ങനെ ഓരോ കഥാപാത്രത്തിനും അവരവരുടേതായ വ്യക്തിത്വം, അവരവരുടേതായ വിചാരങ്ങളും വികാരങ്ങളും സദ്ഭാവനകൾ, സ്വീകാര്യമായ ഗുണങ്ങൾ, മനുഷ്യോചിതമായ സംസ്കാരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ഘടകങ്ങൾ എല്ലാം ഒത്തുചേരുന്നുണ്ട്. എന്ത് രസാവഹമാണ്! ശരിയായി അത് വായിച്ചു പോയാൽ, അതുകൊണ്ടാണ് രാമായണം നിലനിൽക്കുന്നത്. യാവൽ സ്ഥാസ്യന്തി ഗിരിയഃ സരിതശ്ച മഹിതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. ഇതാ രാമായണത്തിൻ്റെ ഫലശ്രുതി. ഇത് നമ്മൾ അവസാനം പറയേണ്ട കാര്യമാണ്. എവിടെയെല്ലാം പർവ്വതങ്ങളുണ്ട് എന്നൊക്കെയാ. യാവൽ സ്ഥാസ്യന്തി ഗിരിയഃ എന്ന, എവിടെയെല്ലാം പർവ്വതങ്ങളുണ്ടോ, എവിടെയെല്ലാം നദികളുണ്ടോ, അവിടെയെല്ലാമുള്ള ആളുകളിൽ രാമകഥ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന്. അത്ര സാർവകാലികവും സാർവജനീനവുമായ പ്രചാരകത്വം ലഭിച്ച ഒരു കഥയാണ് ഈ ഇതിഹാസ കഥ. എക്കാലത്തെയും മനുഷ്യൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഉൾക്കൊള്ളുന്നതും അവരുടെ ജീവിതത്തിന് അനുഗുണമായി സ്വീകരിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സദാചാരപരമായ സങ്കല്പങ്ങൾ വേണ്ടുവോളം നമുക്ക് നിർദ്ദേശമായും ഉപദേശമായും തരുന്നതുമായ ഒരു കൃതിയാണ് ഈ രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രസക്തിയും പ്രസിദ്ധിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുംഭകർണനെ നോക്കിക്കാണുന്നത് പോലെ, വിഭീഷണനെ നോക്കിക്കാണുന്നത് പോലെ, രാവണനെ നോക്കിക്കാണുന്നത് പോലെ ഒക്കെയുള്ള ആ ചില പ്രത്യേക വീക്ഷണങ്ങളുണ്ട്. ആ വീക്ഷണങ്ങൾക്കുള്ളിലും ഉദാത്തമായ മനുഷ്യത്വത്തിൻ്റെ, അതായത് ശ്രേഷ്ഠമായ ഒരു സബ്ലൈം ഹ്യൂമാനിറ്റി എന്ന് പറയും, ഉദാത്തമായ മാനവികത. ഈ ഉദാത്തമായ മാനവികത, ഈ മനുഷ്യത്വം, അതിനകത്ത് വരുന്ന ഒരു ജനറോസിറ്റി, അതെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം കൂടെ സംക്ഷേപിച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞത്, അത് എല്ലാ മനുഷ്യരിലുണ്ട് നന്മയുടെ അംശങ്ങൾ. ഈ നന്മയും തിന്മയും ചെയ്തൊരു മിക്സ്ചറാണ് ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഇതെല്ലാമാണ് നമുക്ക് പറഞ്ഞത് തന്നെ വീണ്ടും പറയേണ്ടി വരുന്നു. ഇത്തരം കഥാപാത്രങ്ങളെ നമുക്ക് ഈ വിവരിക്കേണ്ടി വരുമ്പോൾ. അപ്പോൾ എന്നിട്ട് ഈ കുംഭകർണ യുദ്ധത്തിന് പോയി. കുംഭകർണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിഭീഷണൻ കണ്ണുനീരോടെ മടങ്ങിപ്പോന്നു. രാമൻ്റെ സമീപത്ത് വന്നു. നല്ലവനായ ഈ ജ്യേഷ്ഠൻ ഇപ്പോൾ മരിക്കുമല്ലോ എന്ന് ഓർത്ത് വിഭീഷണൻ വളരെ ദുഃഖിച്ചു. എന്തായാലും യുദ്ധത്തിൽ മരിക്കും. കുംഭകർണൻ കൈകളെ കൊണ്ടും കാലുകളെ കൊണ്ടും വാൻ്റെ സൈന്യത്തെ തകർത്തുകൊണ്ട് മുന്നേറി ഒരുപാട് നാശനഷ്ടങ്ങൾ രാമൻ്റെ സൈനിക വ്യൂഹത്തിനിടയിൽ ഉണ്ടാക്കി. ശ്രീരാമൻ കുംഭകർണനെ വധിക്കാൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. കാരണം ഇത്രത്തോളം അക്രമങ്ങൾ നടത്തുന്ന ഒരാളെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കേണ്ട കാര്യമില്ല. കാരണം മുമ്പും പിമ്പും കുംഭകർണൻ ചെയ്തിട്ടുള്ളതെല്ലാം തിന്മയിൽ ഊന്നിയ ജീവിതങ്ങൾ തന്നെയാണ്, കലഹങ്ങൾ തന്നെയാണ്, ദ്രോഹങ്ങൾ തന്നെയാണ്, മറ്റാൾക്ക് ഉപദ്രവങ്ങൾ തന്നെയാണ്. ആ ഉപദ്രവങ്ങൾ ചെയ്ത ഒരാളെ സംഹരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല താൻ സീതാപഹരണത്തിന് ഒരു പ്രതിക്രിയ എന്നുള്ളതിൽ യുദ്ധസന്നാഹവുമായി വന്നപ്പോൾ തൻ്റെ അനുചരന്മാരെല്ലാം കൊന്നൊടുക്കുക എന്ന് പറയുന്ന ഹീനമായ കൃത്യമാണ് അവിടെ ചെയ്തത്. അപ്പോൾ തീർച്ചയായും തിരിച്ചു ചെയ്യുക എന്നുള്ളത് ആവശ്യമായി വരുന്നു. അത്തരത്തിലുള്ള ഒരു പുനരാക്രമണത്തിൻ്റെ സ്വഭാവം അവിടെ സ്വാഭാവികമായിട്ടും ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഈ കുംഭകർണനോട് ഏറ്റെതിർക്കാൻ രാമൻ നിർദ്ദേശം കൊടുക്കുകയും വാനരന്മാർ അതിശക്തന്മാരായി കുംഭകർണനോട് ഏറ്റെതിർക്കുകയും അങ്ങനെ കുംഭകർണനെ വധിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത്. അവരുടെ കൈയും കാലും എല്ലാം മുറിച്ച് കുംഭകർണൻ്റെ ഇടത്തെ കൈയും ഇന്ദിരാസ്ത്രം കൊണ്ടാണ്, ശ്രീരാമചന്ദ്രൻ നേരിട്ടാണ് ചെയ്യുന്നത്. ഇന്ദിരാസ്ത്രം ഉപയോഗിച്ച് ഈ കുംഭകർണൻ്റെ കൈയും കാലുമെല്ലാം മുറിച്ചിട്ടു. ഇടത്തെ കൈയും മുറിച്ച് വീഴ്ത്തി. രണ്ട് കൈകളും നഷ്ടപ്പെട്ടിട്ടും കൂട്ടാക്കാതെ രാമനെ വിഴുങ്ങാനായി കുംഭകർണൻ പാഞ്ഞെടുത്തു. അപ്പോൾ ഈ അർദ്ധചന്ദ്രാകൃതിയിലുള്ള അസ്ത്രത്തിന് വളരെ സംഹാരശേഷിയുണ്ട്. അത് കുറേ ഉണ്ട് രാമൻ്റെ കയ്യിൽ, സ്റ്റോക്കുണ്ട് കുറേ. ആ അസ്ത്രം തന്നെ എടുത്ത് പ്രയോഗിച്ച് കാലും മുറിഞ്ഞു പോയി. കാലും മുറിഞ്ഞു പോയപ്പോൾ പിന്നെ ഇയാൾ എന്നിട്ടും മരിച്ചില്ല. കൈയും കാലും മുറിഞ്ഞിട്ടും മരിച്ചില്ല. അതാണ് അതിജീവനത്തിൻ്റെ ഒരു കഴിവാണിത്. സാധാരണ അങ്ങനെയല്ല. ശ്വാസം വിടുമ്പം മുറുക്കി ശ്വാസം വിട്ടാൽ മരിച്ചു പോകുന്ന അത്ര അനാരോഗ്യകരമായ പരിസ്ഥിതിയാണ് നമുക്കുള്ളത് സാധാരണ.
ഇതങ്ങനെയല്ല, അവയവങ്ങളൊക്കെ മുറിച്ച് പോയിട്ടും ഇയാൾ ചാവുന്നില്ല. എഴഞ്ഞ് ചെന്നിട്ട് വായും പിളർന്നുകൊണ്ട് വിഴുങ്ങാനായിട്ട് ചെല്ലുക ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെന്നപ്പോൾ ഉച്ചത്തിൽ ഗർജിക്കുന്ന അവൻ്റെ വായിൽ ശ്രീരാമൻ ശരങ്ങൾ നിറച്ച് ചെയ്തു കൊടുത്തു. അങ്ങനെ ശിരസ് മുറിഞ്ഞു. ആ ദിവ്യാസ്ത്രം കുംഭകർണൻ്റെ പർവ്വതാകാരമായ ശിരസിനെ മുറിച്ച് വീഴ്ത്തി. കുംഭകർണൻ്റെ തല വഴി അടച്ചുകൊണ്ട് ലങ്കയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് വീണു. ശരീരം പോയി സമുദ്രത്തിലും വീണു. അതാ സംഭവിച്ചത്. അങ്ങനെ കുംഭകർണൻ ക്രൂരമായി വധിക്കപ്പെട്ടു. വെറുതെ ഒന്നുമല്ല. അപ്പോൾ ഈ യുദ്ധം ചെയ്യുമ്പോൾ ആയുധം നെഞ്ചിലേറ്റ് മരിക്കുക എന്ന് പറയുന്ന വലിയൊരു യോഗ്യതയാണ്. ആയുധം നെഞ്ചിലേറ്റ് മരിക്കുക, അതിന് വീരസ്വർഗം പ്രാപിക്കുക എന്നാണ് പറയുക. നേരിട്ട് നെഞ്ചിൽ ആയുധമേറ്റ് മരിക്കുക എന്നുള്ളത് വീരസ്വർഗം പ്രാപിക്കുക. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, യുദ്ധത്തിന് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രധാനമായിട്ടും ഈ യുദ്ധമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, ഏതാ ഉപാസനാമൂർത്തി അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, ഭഗവാനെ അല്ലെ ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് ആയുധമേറ്റ് മരിക്കാൻ ഇടവരരുത് എന്നാണ്. അപ്പോൾ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് ആയുധമേറ്റ് മരിച്ചാൽ വീരസ്വർഗം പ്രാപിക്കുമെന്നാണ്. വീരസ്വർഗമാണ്. അതായത് നെഞ്ചിലേറ്റ് വെച്ചാൽ ഏറ്റുവരിക്കുക നേരിടാനുള്ള കഴിവാണ്. തൻ്റെ ഇടത്തോടെ ശത്രുവിനെ നേരിടുമ്പോൾ ആയുധം നേരെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് എവിടെങ്കിലേ കൊള്ളൂ. പേടിച്ച് തിരിഞ്ഞോടുമ്പോഴാണ് പുറത്ത് ആയുധം കൊള്ളുന്നത്. അപ്പം ഞാനിവിടെ ഭീരുവാണ് എന്നൊരു പോരാളി കരുതും, അല്ലെങ്കിൽ പോരാളിയെക്കുറിച്ച് മറ്റാൾ കരുതും. അപ്പോൾ ഭീരുവായ പോരാളി എന്ന് കേൾക്കുന്നതിനേക്കാളും നല്ലത് ധൈര്യശാലിയായ, വീരനായ, ശൂരനായ, പരാക്രമിയായ, ആർക്കും വിധേയപ്പെടാത്ത ഒരു പോരാളിയായിരുന്നു എന്ന് പറയുന്നതാണ് സുഖം. അതാണ് വീരസ്വർഗം. എന്തായാലും മരിക്കുമെങ്കിൽ പിന്നെ നല്ലോണം മരിച്ചൂടെ? അതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ എന്തായാലും പരീക്ഷ എഴുതണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം പഠിച്ചിട്ട് പരീക്ഷ എഴുതിക്കൂടെ? എന്തായാലും പരീക്ഷ എഴുതണം, എന്നാൽ നല്ലതുപോലെ ആൻസർ ചെയ്ത് ജയിച്ചുകൂടെ എന്നാണ് നല്ല അധ്യാപകർ കുട്ടികളോട് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ശ്രമിക്കുന്നു. ആ ശ്രമം ഒരിക്കലും പാഴാവരുത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ബൈ ഹാർഡ് വർക്ക് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. ഒന്നും അസാധ്യമായിട്ടില്ല. അതിനാവശ്യമായ നിശ്ചയദാർഢ്യവും സ്വഭാവത്തിൻ്റെ ആ ഒരു ഉറച്ച മനോഭാവവും ഉണ്ടാവണം. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാധിക്കും. അതുകൊണ്ട് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയാം. ഒന്നും അസാധ്യമല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എന്തായാലും ശരി, കുംഭകർണൻ അവിടെ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് രാമനെ വളരെ കാരുണ്യത്തോടുകൂടി നോക്കി കൊണ്ട് ഈ വിഭീഷണൻ വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട്. ആകാശദേശത്ത് ഒരുപാട് ഋഷികളും അപ്സരസുകളും വന്നു. അവരും വന്നു. കാരണം ആർക്കും ഒരു ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള അപകടകാരിയായിരുന്നു ഈ കുംഭകർണൻ. ആ കുംഭകർണൻ മരിച്ചതറിഞ്ഞ് എല്ലാവരും ആകാശദേശത്ത് അണിനിരന്നു. വിഭീഷണൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് ജ്യേഷ്ഠ എന്ന് പറയും. അതോടൊപ്പം തന്നെ രാമചന്ദ്ര എന്ന് വിളിച്ച് ശ്രീരാമനെയും ഭജിക്കുന്നു. അത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ചുറ്റുപാടുകളാണ് നമുക്കവിടെ എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ദേവന്മാരൊക്കെ ആകാശത്ത് വന്ന് നിന്നു. അപ്പോൾ ദേവാധിപനും പരമാത്മാവും ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവും നാരായണനും എല്ലാ ജീവജാലങ്ങൾക്കും ആധാരബോധനും സർവ്വസാക്ഷിയുമായ ഭഗവാനാണ് അങ്ങ് എന്ന് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തൊക്കെ ഈശ്വരനെക്കുറിച്ച് പര്യായങ്ങളായിട്ട് പറയാനുണ്ടോ അതൊക്കെ പറയുകയാണ്. ആ കുംഭകർണ സ്തുതിയും ഭാഗങ്ങളെടുത്തൊന്ന് വായിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ആ ഭാഗമെല്ലാം ആളുകൾ എത്തി കാണണമല്ലോ, അല്ലേ? ഇപ്പോൾ വായിച്ച് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വായിക്കുന്നതുകൊണ്ട് ആ ഭാഗം കഴിഞ്ഞ് കാണും. ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ മതി. ആ കുംഭകർണ സ്തുതി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറച്ച് വരുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെയുള്ള ഈ ചന്ദ്രനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ശ്രീരാമദേവനെക്കുറിച്ചുള്ള ഒരു ആ ദിവ്യത കലർന്ന ഭാവം എന്താണെന്ന് പറയുന്നത്. അഖണ്ഡമായ പരമാത്മ ചൈതന്യത്തിൻ്റെ ചിരതരവും സ്ഥിരതരവുമായ അംശങ്ങളെ ഏറ്റവും ഭംഗിയായി ആവിഷ്കരിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. അത് അദ്വൈത വേദാന്തത്തിൻ്റെ ഏറ്റവും ശക്തമായ സൈദ്ധാന്തിക വശം എന്താണെന്നാണ് നമ്മൾക്കിവിടെ കാണുന്നുണ്ട്. ഈ തത്വങ്ങൾ നമുക്ക് പലപ്പോഴും വേണ്ട, കഥ മതി. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. പക്ഷേ തത്വാധിഷ്ഠിതമായ നിലയിൽ കഥ ഉൾക്കൊള്ളുമ്പോഴാണ് അത് ശരിയായ ജീവിതത്തിന് ആവശ്യമായി ഉള്ള ഒരു ഉപയോഗമായ ഒരു സാധനമായി മാറുന്നത്. അപ്പോൾ തത്വാധിഷ്ഠിതമായ ദർശനം എവിടെ നിന്ന് കിട്ടുന്നുവോ ആ തത്വാധിഷ്ഠിത ജീവിത ദർശനമാണ് നമുക്ക് നാളേക്കുള്ള ജീവിതത്തിൽ അനുവക്ഷണീയമായി വരുന്നത്. ആ പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന മൂന്ന് കാര്യവും ഒരേ ഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഉത്ഭവവും വളർച്ചയും
അല്ലെങ്കിൽ നിലനിൽപ്പും അവസാനം അതിൻ്റെ സർവ്വവിനാശവും. അപ്പോൾ ഉത്ഭവവും വളർച്ചയും വിനാശവും എന്ന് പറയുന്ന ഈ പ്രക്രിയ ഏത് വസ്തുവിൻ്റെയും അസ്തിത്വത്തെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതായത് ഈ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയും, അസ്തിത്വം എന്ന് അസ്തിത്വവാദം എന്നാണ് അതിൻ്റെ മലയാളം. അത് ഒരു വലിയ ഒരു സിദ്ധാന്തമായി ലോക സാഹിത്യത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒന്നാണ് ഈ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്, അസ്തിത്വവാദം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അസ്തിത്വം നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാൻ കഴിയണം. ഹൗ ക്യാൻ വി സർവൈവ് ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ടോർച്ചേഴ്സ് എന്നാണ്. എല്ലാ തരത്തിലുള്ള യാതനകളും നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ അതിജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത്. കാരണം എക്സിസ്റ്റൻസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം, നിലനിൽപ്പ് അതാണ് പ്രശ്നം. നിലനിൽപ്പ് എങ്ങനെയായാലും മതി നിലനിൽക്കണം എന്ന് വിചാരിക്കുന്നിടത്തല്ലേ ഈ അക്രമവും അസമത്വങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇൻഇക്വാളിറ്റീസ് അറൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അസമത്വങ്ങൾ ഉദ്ഭവിക്കുന്നത്, വളരുന്നത് ഒക്കെ അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും നിലനിൽക്കണമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് നന്നായി നിലനിൽക്കണമെന്ന് വിചാരിച്ചാൽ ഇതിൽ വിഷമമാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയിലെ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങളാണ് ഇവിടെ ഈ ദേവന്മാർ സ്തുതിച്ചുകൊണ്ട് പറയുന്നതെന്ന് ഓർക്കണം നമ്മൾ. വെറുതെ ഈ കുംഭകർണൻ കൊല്ലപ്പെട്ടു എന്നുള്ളതല്ല. രാമ, അവിടുത്തെ കൺതുറക്കൽ പ്രപഞ്ച സൃഷ്ടിയും കണ്ണടയ്ക്കൽ പ്രപഞ്ച സംഹാരവുമാണ്. ചരാചരാത്മകമായ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ഭഗവാനാലാണോ തോന്നപ്പെടുന്നത്, ഏതൊരു ഭഗവാനിൽ നിന്ന് അന്യമായി ഈ ജഗത്തൊന്നും നിലനിൽക്കുന്നില്ലയോ, അങ്ങനെയുള്ള പരബ്രഹ്മ സ്വരൂപിയായ ഭഗവാനെ ഞങ്ങളെല്ലാവരും നമസ്കരിക്കുന്നു എന്ന് ദേവന്മാർ പറഞ്ഞു. അപ്പോൾ വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക്, അതായത് വ്യഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്കെന്ന് പറയും. അതാണ് വേദാന്തത്തിൻ്റെ ഒരു ഭാഷയത്. വ്യഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്ക് എന്നുവെച്ചാൽ പച്ചമലയാളം പറഞ്ഞാൽ വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കും വരുന്ന പരസ്പര പൂരകമായ പ്രതിചലനങ്ങളാണ് ജീവിതം. ചലനവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ചലനവും. വ്യക്തിയിൽ നിന്ന് സമൂഹത്തിൻ്റെ നേർക്കും, അതായത് വ്യക്തി വളരുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് വ്യക്തിക്ക് വളരാൻ കഴിയുന്നത്. ഒരു സമൂഹമില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വളരാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല, നിലനിൽക്കാൻ കഴിയില്ല. നമുക്ക് വസ്ത്രം എടുക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകും? ജൗളി കടയിൽ പോകും, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകും. അവിടുന്ന് മുണ്ടോ തുണിയോ പാൻസോ ചുരിദാറോ സാരിയോ ബ്ലൗസോ ഒക്കെ വാങ്ങിക്കും. അയാൾ തരുന്നില്ലെന്ന് പറയാൻ എന്ത് ചെയ്യും? ഒരു 5-6 കടയുണ്ട് അവിടെ എല്ലാം ചെല്ലും പൈസയും കൊണ്ട് പോയി. പക്ഷേ ഇവരാരും നമുക്ക് തരുന്നില്ല. നമ്മളെങ്ങനെ നമ്മുടെ നഗ്നത മറയ്ക്കും? നമ്മൾ ഭക്ഷണം കഴിക്കണം, അരി വാങ്ങിക്കാൻ നമ്മൾ ഷോപ്പിൽ പോയി, സ്റ്റേഷനറി കടയിൽ പോയി, അവിടുന്ന് അരി തരുന്നില്ല. ഇയാളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട, അരി തരുന്നില്ല. എല്ലാ കടക്കാരും അങ്ങനെ പറയാം. നമ്മളങ്ങനെ ജീവിക്കും. അപ്പോൾ വ്യക്തി മാത്രം വിചാരിച്ചാൽ ജീവിക്കില്ല. അയാൾ ഉടനെ വിത്തിറക്കി കൃഷി ചെയ്ത് നെല്ലാക്കി കൊയ്തെടുത്തിട്ട് അരിയാക്കി അത് പുഴുങ്ങി കുത്തിയെടുത്ത് ചോറ് തിന്നുമെന്ന് പറഞ്ഞാൽ മതിയോ? അത് എളുപ്പമുള്ള കാര്യമാണോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം? അപ്പോൾ എപ്പോഴും നമുക്ക് ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ വ്യക്തി എപ്പോഴും നിലനിൽക്കുന്നത് സമൂഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം കൊണ്ടാണ്. അതുപോലെ സമൂഹത്തിൽ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സമൂഹം, ഒരു സൊസൈറ്റി അത് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഓരോ വ്യക്തികളും ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിട്ടാണ് സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത്. അതാണ് വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കും വരുന്ന പ്രതിചലനത്തിൻ്റെ സമാഹാരമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഒന്നും ജീവിതമായി വരുന്നില്ല. ആ ജീവിതത്തിലാണ് നമുക്ക് ചില മൂല്യങ്ങൾ വേണ്ടത്. സത്യവും ധർമ്മവും അഹിംസയും സദാചാരവും സഹവർത്തിത്വവും സൗമനസ്യവും ഒക്കെ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ജീവിതത്തിനാണ്. ഒരു സോഷ്യൽ ലൈഫാണ്, സാമൂഹിക ജീവിതമാണ്. അപ്പോൾ സാമൂഹിക ജീവിതം വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംക്രമിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശരിയായ ഒരു ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ആ ഘടകം. ഇതൊക്കെ ദേവന്മാരെന്ന് പ്രാർത്ഥിക്കുക, ഈശ്വരനെ പ്രതീകമാക്കിക്കൊണ്ട്. ശ്രീരാമൻ എന്ന് പറയുന്നത് ഹി വാസ് ഓൺലി എ സിമ്പൽ, ഒരു പ്രതീകമായിരുന്നു രാമൻ എന്ന് പറയുന്നത്. ആ രാമനെ പ്രതീകമാക്കിക്കൊണ്ട് ഇവർക്ക് പറയാനുള്ളത് പറയുകയാണ്. ദേവന്മാരുടെ നാവിലൂടെയാണ്, ദേവന്മാരുടെ വായിലൂടെയാണ്, അവരുടെ ജിഹ്വയിലൂടെയാണ് പറയുന്നത്. പക്ഷേ പറയുന്നത് ആരാ? എഴുത്തച്ഛനാണ് പറയുന്നത്, അല്ലെങ്കിൽ അധ്യാത്മ രാമായണകാരനാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇത്തരം ജീവിത ആദർശങ്ങളാണ്, നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ്, ആഹ്വാനങ്ങളുമാണ്. ഇത് എത്ര കണ്ട് നമ്മൾ സ്വീകരിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടും. ഇതാണ് ഈ മൂല്യബോധത്തിലേക്ക് സമൂഹത്തെ പിടിച്ചുയർത്താൻ കഴിയുക എന്ന് പറയുന്നതാണ് ഇത്തരം കൃതികളുടെ എല്ലാം പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാലത്തെയും ദേശത്തെയും അധികരിച്ച് ഈ കൃതി നിലനിൽക്കുന്നത്. അല്ലേ എന്നേ നശിച്ചു പോയനെ.
ഈ പിൽക്കാലത്ത് ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ ജീവിച്ചിരുന്നു, എത്രയോ പേര് കൃതികൾ എഴുതി. എന്താ അതൊന്നും കാണാത്തത്, അറിയാത്തത്? ഈ 4-ാം നൂറ്റാണ്ടിന് മുമ്പ് എപ്പോഴും എഴുതിയ ഒരു പിന്നെ വാൽമീകി എഴുതുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കൃതി ഇപ്പോഴും പല പല പേരുകളിൽ അറിയപ്പെടുകയും പഠിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്ത് കാര്യം? അപ്പോൾ കാലത്തെയും ദേശത്തെയും അതിവർത്തിച്ച് നിൽക്കുന്ന, ഉല്ലംഘിച്ച് നിൽക്കുന്ന, കടന്ന് നിൽക്കുന്ന തത്വസംഹിതകൾ ജീവിതഗന്ധിയായി അതിൽ ആവോളം എല്ലായിടങ്ങളിലും പറയുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകാര്യതയിലൂടെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നത്. ആ സ്വീകാര്യത ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അച്ഛനെ നമ്മൾ അളിയാന്ന് വിളിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് അച്ഛനെ അളിയാന്ന് വിളിക്കാത്തത്? അച്ഛൻ എന്ന് പറയുന്ന, അല്ലെ പിതാവ് എന്ന് പറയുന്നിടത്ത് ഒരു സത്തയുണ്ട്, ഒരു തത്വമുണ്ട്, ഒരർത്ഥമുണ്ട്, ഒരു ആശയമുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു ആദർശമുണ്ട്. ആ ആദർശം അളിയ എന്ന് വിളിച്ചപ്പോൾ അതിനകത്തില്ല. അപ്പോൾ എന്താണോ നമ്മൾ അനുവർത്തിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, കൊണ്ടു നടക്കേണ്ടത്, പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള ചില നിയമങ്ങളെല്ലാം ഉണ്ട്. ഈ നിയമങ്ങളെയാണ് നമ്മൾ വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്ന് പറയുന്നത്, അല്ല വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഇത്തരം മൂല്യങ്ങളാണ് നമുക്ക് നിലനിൽക്കാൻ അത്യാവശ്യമായി വരുന്നത്. വളരെ അത്യാവശ്യമാണ്. അൻ ഇന്നവിറ്റബിൾ ഫാക്റ്റ്, ആ ഒരു അനുപേക്ഷണീയമായ വസ്തുത എന്നുള്ള നിലയിൽ നമുക്കത് ആവശ്യമാണ്. അത് നമ്മളിവിടെ കാണുകയാണ്. എന്തായാലും ശരി, ഈ രാമനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയും, വേദസ്വരൂപനാണ് അങ്ങ്, ശ്രുതി പ്രാമാണ്യമുള്ള ആളാണ് അങ്ങ്, പരമാത്മാവാണ് അങ്ങ്, ജീവേശ്വരനാണ് അങ്ങ്, നിത്യചൈതന്യമാണ് അങ്ങ്, ചൈതന്യധന്യമായ പ്രതിഭാപരതയാണ് അങ്ങിലുള്ളത്, അങ്ങേറ്റവും സ്വീകാര്യനാണ്. അങ്ങൊരിക്കലും ദശരഥൻ്റെ മകനായ വെറും ശ്രീരാമനല്ല, ദേവാധിപനായ, ദേവേശ്വരനായ, ജഗദീശനായ പരമാത്മാ ചൈതന്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഇതെല്ലാവരിലും ഉണ്ടിത്. ഈ പരമാത്മഭാവം എല്ലാവരിലും ഉണ്ട്, ഇല്ലാതൊന്നുമില്ല. പക്ഷേ അവരവരിലുള്ള ഈ ദൈവികതയെ തിരിച്ചറിയാൻ അവരവർക്ക് കഴിയുന്നില്ല, കഴിയാതെ പോകുന്നു, ശ്രമിക്കുന്നില്ല. നമ്മിലുള്ള ശ്രേഷ്ഠത നമ്മൾ എന്തുകൊണ്ട് അറിയുന്നില്ല? വെറും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഈ ദിവ്യത്വം വരാറുണ്ട്. ചില കാര്യം പറയുമ്പം എനിക്ക് അപ്പോഴേ തോന്നി എന്ന് പറയും. എങ്ങനെ തോന്നി? ആര് പറഞ്ഞു? അല്ലല്ല, എനിക്ക് തോന്നി. എടാ നിനക്ക് എങ്ങനെ തോന്നി? ആ ചില കാണുമ്പോൾ നമുക്കറിയാമല്ലോ, പണ്ട് കുതിരവട്ടം പപ്പ പറഞ്ഞതുപോലെ അപ്പോൾ എനിക്ക് തോന്നി എന്ന് പറയും. ഈ തോന്നലാണ് കാര്യം. ഈ തോന്നൽ എവിടെ നിന്ന് വരുന്നു? തൻ്റെ ബോധമണ്ഡലങ്ങളിൽ ഉപബോധ മനസ്സിൽ നിന്ന്, പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വരികയാണ്. ഉപബോധ മനസ്സിൽ നിന്ന് ഈ ബോധ മനസ്സിലേക്ക് എത്തുകയാണ്. ആ ഉപബോധ മനസ്സിൽ ആരാണ് ഇൻജക്റ്റ് ചെയ്ത് കയറ്റിയത്? എന്നാണ് നമ്മുടെ ബോധത്തിലേക്ക് അത് കടന്നു കയറിയത്? അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ ഉള്ളിലുണ്ട്, ഓരോ സത്തയുണ്ട്, അത് നമ്മൾ അറിയുന്നേയില്ല. ഇത്തരം ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും അതിനെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂല്യനിർദ്ധാരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഭക്തി എന്ന് പറയും. ഭക്തിക്ക് തടസ്സമായി കാമം, ക്രോധം മുതലായിട്ടുള്ള പല ദോഷങ്ങളാണ്. നമ്മളത് പറഞ്ഞതാണ്, ഷഡൂർമികൾ എന്ന് വിളിക്കുന്ന 6 ദോഷങ്ങൾ. ഓർമ്മയുണ്ടോ അത്? 6 ദോഷങ്ങൾ: കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. മത്സരത, മത്സരിക്കുക. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. ഈ 6 ദോഷങ്ങൾ ഷഡൂർമികൾ എന്നാണ് ഇതിന് പറയുക. ഈ 6 ദോഷങ്ങളാണ് ശരിക്കും നമ്മളിലുള്ളത്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ദുർനയങ്ങളിൽ നിന്ന്, ദുഷ്പ്രവണതകളിൽ നിന്ന്, ദുഷ്ചെയ്തികളിൽ നിന്ന്, ദുർവിചാരങ്ങളിൽ നിന്ന്, ദുഷിച്ച വാസനകളിൽ നിന്ന്. നമുക്ക് വാസനയുണ്ട് നമുക്ക് എപ്പോഴും. ഈ വാസന എവിടെ നിന്ന് വരുന്നു? ഇതൊക്കെയാണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആ വാസനയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഈ വാസന സമ്പത്ത്, ഒരാൾക്ക് പാടാൻ കഴിവ് കിട്ടുക, ആഗ്രഹിക്കും, എനിക്കൊന്ന് പാടാൻ പറ്റിയെന്ന് ആഗ്രഹിക്കുക, പക്ഷേ ആർക്ക് ഒരിക്കലും പാടാൻ വയ്യ. കാരണം അതിൽ ആ വാസന, ഇന്നർ ടാലൻ്റ് എന്ന് പറയും, അന്തർവാസന. ഈ അന്തർവാസന ഇല്ലാത്തവർക്ക് സാധ്യമല്ല. അച്ഛൻ പാടുന്നില്ല, അമ്മ പാടുന്നില്ല, അമ്മാച്ചൻ പാടുന്നില്ല, അമ്മായി പാടുന്നില്ല, മറ്റാരും പാടുന്നില്ല, പക്ഷേ ഇയാൾ പാടുന്നു. ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? അപ്പോൾ കുറേ പുറകോട് ചിന്തിക്കുമ്പോൾ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ പാട്ടുകാരനായിരുന്നു എന്ന് ഓർമ്മിക്കുക കേട്ടോ. അവിടെ മുതലാണ് അതിൻ്റെ അംശം വരുന്നത്. പിൽക്കാലത്ത് വന്ന 2-3 തലമുറയിൽ പെടുന്ന ആളുകളിൽ അതില്ല. സംഗീതത്തിൻ്റെ ശരി അംശം പോലുമില്ല. ശ്രുതിശുദ്ധമായിട്ടൊന്ന് പറയാൻ പോലും കഴിയുന്നില്ല. ശരിയാണ്. അപ്പോൾ അത് എവിടെ നിന്ന്? ജീനുകളിൽ നിന്നാണ്.
ജീനുകളിൽ നിന്ന് ജീനുകളിലേക്ക് എത്രയോ തലമുറകൾക്ക് അപ്പുറത്തുള്ള സ്വത്വാവബോധത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എക്സ്ചേഞ്ച് ചെയ്ത് ഈ ഇപ്പോഴത്തെ കമ്മിങ് ജനറേഷനിൽ വരെ എത്തിക്കാനുള്ള കഴിവ് ജീനുകൾക്കുണ്ട്. അങ്ങനെയാണത് വരുന്നത്. ചിലപ്പോൾ അച്ഛൻ പാടുന്നത് കൊണ്ട് മകനും പാടിയെന്ന് വരാം ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ അങ്ങനെ വരണം എന്നില്ല. എത്രയോ തലമുറകൾക്ക് അപ്പുറത്തു നിന്ന് വരികയാണ്, നമ്മൾ അറിയുന്നില്ല. അത് അപ്പം നമ്മൾ അറിയാതിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ കുഴപ്പം. അല്ലാതെ ഈ വസ്തുത സംഭവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മളറിയുന്നില്ല. അത് നമ്മുടെ പരിമിതിയല്ലേ, നമ്മുടെ പരിമിതിയെ നമ്മൾ അംഗീകരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ കുംഭകർണൻ്റെ മരണം അവിടെ കഴിഞ്ഞു. വീണ്ടും കുംഭകർണനെ കഴിഞ്ഞാൽ പിന്നെ ഈ വിവരം പറഞ്ഞറിഞ്ഞു, ലങ്കയിലെല്ലാം പറഞ്ഞറിഞ്ഞു. രാവണൻ ഒരുപാട് ദുഃഖിച്ചു, തൻ്റെ അനുജൻ മരിച്ചു എന്നുള്ളത്. നേരത്തെ ചീത്ത വിളിച്ചൊക്കെ ഓടിച്ചുവെങ്കിലും ഈ സഹോദരന്മാരോട് രാവണന് വല്ലാത്ത സ്നേഹമുണ്ട് കേട്ടോ. ഈ സഹോദര സ്നേഹം എന്ന് പറയും, ഈ പിതാവും പുത്രനുമുള്ള ആ ഒരു സ്നേഹം പോലെ തന്നെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് ഈ രാവണന് സ്വന്തം അനുജന്മാരോട്. അപാരമായ സ്നേഹവാത്സല്യമായിരുന്നു. പക്ഷേ അയാളുടെ സ്വാർത്ഥമായ മോഹങ്ങൾക്ക് അനുസൃതമായി മറ്റവർ നിൽക്കാത്തതുകൊണ്ട് അടിച്ചോടിച്ച് കളഞ്ഞെന്നല്ലേ ഉള്ളൂ. ഇത് നമ്മൾ കഥ പരിശോധിച്ചാൽ അറിയാമല്ലോ. സൂക്ഷ്മമായി ഇതിനെ അപഗ്രഹിച്ചാൽ രാവണനിൽ അതിനകത്ത് കുഴപ്പം? എന്താണ് കുഴപ്പം? വിഭീഷണൻ ചെയ്ത് ശരിയായോ എന്ന് നമുക്ക് സംശയം തോന്നാറില്ലേ പലപ്പോഴും? എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആ കുംഭകർണൻ ചെയ്തതാണ് കുറച്ച് ശരിയെന്ന് തോന്നും പലപ്പോഴും. അപ്പോൾ അതാണ് തന്നെ ആരാണോ പോറ്റുന്നത്, തന്നെ ആരാണോ സംരക്ഷിക്കുന്നത് അയാൾക്കെല്ലാം കൊടുക്കുക. മഹാഭാരതത്തിൽ അങ്ങനല്ലേ കർണൻ ദുര്യോധനൻ്റെ ചെയ്തികളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ കർണൻ അവർക്ക് അനുകൂലമായിട്ട് യുദ്ധം ചെയ്തത്. കൗരവപ്രഭൃതികളായ ഈ 101 പേര്, ദുര്യോധനൻ ദുശാസനൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന 101 പേരുണ്ട്. ദുശ്ശള വരെ വരുന്ന 101 പേരുണ്ട് കൗരവർ. ഈ കൗരവരെല്ലാം അധർമ്മത്തിൻ്റെ ദുർമൂർത്തികളായിട്ടാണ്, അല്ലെ അധർമ്മത്തിൻ്റെ മൂർത്തികളാണ്, ദുർമൂർത്തി എന്നല്ല അധർമ്മത്തിൻ്റെ മൂർത്തികളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അധർമ്മത്തിൻ്റെ മൂർത്തികളായിട്ട് കണക്കാക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ദുര്യോധനൻ എല്ലാ ദിവസവും രാവിലെ എണീച്ച് പറയുകയാണ്, ഞാൻ കുറച്ച് അധർമ്മം ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണോ ദുര്യോധനൻ പോകുന്നത്? അവർ ജീവിതത്തെ കണ്ട രീതി അങ്ങനെയാണ്. അടങ്ങുന്ന ഒരു സമൂഹത്തിന് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും തോന്നലുകളുമാണ് ധർമ്മമായിട്ടുള്ളത്. പാണ്ഡവർക്ക് അങ്ങനെയല്ല. പാണ്ഡവരുടേതായ ജീവിത രീതികളുണ്ട്, അത് അവരുടെ ധർമ്മമാണ്. അല്ലെങ്കിൽ പാണ്ഡവർ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്ന് ഒരു 3-4 ധർമ്മം ചെയ്യണം, എനിക്ക് ധർമ്മം ചെയ്യാനുണ്ട്, പോയി ധർമ്മം ചെയ്തിട്ട് വരട്ടെ എന്ന് പാണ്ഡവർ പറയാറുണ്ടോ? കൗരവർ പറയും ഞാൻ 2 അധർമ്മം ചെയ്തിട്ട് വരട്ടെ എന്നല്ല. അവരുടെ പ്രവൃത്തികളുടെ ഫലം മറ്റാളുകൾക്ക് അനുഭവവേദ്യമാകുന്നത് അധർമ്മമായിട്ടാണ്, മറ്റുള്ളവരുടെ ധർമ്മമായിട്ടാണ്. ഓരോരുത്തരുടെ നേർക്ക് വരുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയുന്ന രീതി അനുസരിച്ചാണ് നമ്മൾ അധർമ്മമെന്നോ അല്ലെങ്കിൽ ധർമ്മമെന്നോ വ്യവച്ഛേദിക്കുന്നത്. അപ്പോൾ കർണന് പൂർണ്ണമായിട്ടും അറിയാമായിരുന്നു ഈ ദുര്യോധനാദികളായ കൗരവരുടെ സ്വഭാവത്തിൽ ഈ പറയുന്ന അധർമ്മമാണ് കൂടുതലുള്ളത്. അതൊരിക്കലും സ്വീകാര്യമല്ല, അതൊരിക്കലും നിലനിൽക്കുന്നതല്ല, അത് നശിക്കുക തന്നെ ചെയ്യുമെന്നറിയാം. താൻ ആക്ഷേപിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ആ ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതും അത് തയ്യാറായതും ദുര്യോധനൻ മാത്രമാണ്. ആ ദുര്യോധനൻ അംഗരാജ്യത്തിലെ രാജാവായിട്ട് ഞാൻ കർണനെ വാഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അഭിഷേകം ചെയ്യുകയാണ്. ദ്രോണാചാര്യ ചോദിച്ചു, ഒരു രാജാവല്ലാത്തവൻ എങ്ങനെ തുല്യനാകുമെന്ന് ചോദിച്ചു. അർജുനാദികളായ ആളുകളെ യാഥാഭ്യാസം നടത്തുമ്പോൾ ഈ അഭ്യാസങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് കർണൻ പറഞ്ഞു. അവ പറഞ്ഞു, രാജാക്കന്മാരായ പിള്ളേർ ചെയ്യുന്നിടത്ത് നിനക്കെന്താ കാര്യം? ഒരു രാജാവല്ലാത്തവൻ എങ്ങനെ തുല്യനാവും എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അഭിമാനക്ഷതം വന്നിട്ട് വല്ലാതെ വിഷമിച്ചു നിന്ന കർണൻ ആലോചിക്കണം, ലോകത്തിൻ്റെ തന്നെ പ്രകാശ ഭർത്താവായ സൂര്യൻ്റെ മകനാണ്, സവിതാവിൻ്റെ മകനാണ്, കർമ്മസാക്ഷിയുടെ മകനാണ് കർണൻ. ആ കർണനെയാണ് ഇവിടെ ഒന്നും അല്ലാതാക്കുന്നത്. എത്ര ദുരിതമാണ്, എത്ര ദുരന്തമാണ്. ദുര്യോധനൻ ചാടി വീണു. കർണൻ അനാഥനൊന്നുമല്ല, സൂതപുത്രനൊന്നുമല്ല കർണൻ. ആ കർണൻ ഏറ്റവും വലിയ ആളാണ്. ഞാൻ അംഗരാജ്യത്തിൻ്റെ രാജാവായിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്, ഇപ്പോൾ തുല്യനായില്ലേ ഗുരു എന്നാ പറഞ്ഞ ദ്രോണാചാര്യരോട് ഈ ദുര്യോധനൻ. തന്നെ വലിയൊരു അധിക്ഷേപത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പം കർണൻ പറഞ്ഞെന്താ, ഇന്നു മുതൽ എൻ്റെ പ്രാണൻ ദുര്യോധനന് വേണ്ടിയുള്ളതാണെന്ന്. ഇതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു രീതി. ഇതൊക്കെ തന്നെ അറിയാവുന്നതുകൊണ്ടാണ് വ്യാസഭഗവാൻ പറഞ്ഞത് ധർമ്മസ്യ ഗഹനാഗതി എന്ന് പറഞ്ഞു. ധർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ്. ഇവിടെ വാൽമീകി എന്ത് പറഞ്ഞു?
രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞു. ധർമ്മമാണ് അവിടെ പ്രധാനം. ആ ധർമ്മത്തിൻ്റെ ഒരു രീതി വാൽമീകി കണ്ടതും വ്യാസൻ കണ്ടതും രണ്ട് യുഗങ്ങളിലാണെന്ന് ആലോചിക്കണം. യുഗധർമ്മങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ആ യുഗധർമ്മങ്ങളുടെ മാറ്റം അനുസരിച്ചാണ് രണ്ട് രീതിയിൽ അത് വന്നത്. അങ്ങനെയാണ്. അപ്പോൾ രാവണൻ അറിഞ്ഞു, കുംഭകർണൻ്റെ വധം അറിഞ്ഞു, ഒരുപാട് ക്ലേശിച്ചു. കുംഭകർണൻ മരിച്ചവരെ അറിഞ്ഞ് ബോധം കെട്ടു വീണു. അദ്ദേഹം രാവണൻ ബോധം കെട്ടു വീണു, വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടിട്ട് ഇന്ദ്രജിത്തിനും വല്ലാതെ ദുഃഖമുണ്ടായി. ചെറിയച്ഛൻ മരിച്ചു, അച്ഛൻ ദുഃഖസന്ദർഭത്തിനായി വിലപിക്കുന്നു. എന്താണ് മാർഗം? വളരെ വലിയ ക്ലേശം തോന്നി. അച്ഛനോടും ചെറിയച്ഛനോടും ഒക്കെ ഇന്ദ്രജിത്തിനും വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അച്ഛനോട് വല്ലാത്ത സ്നേഹമുണ്ട്. അച്ഛനല്ലേ ആത്മാവൈ പുത്രതാമാസി, അച്ഛൻ തന്നെയാണ് മകനും എന്നാണ് ഞാൻ 2-ാം ദിവസത്തെ പ്രഭാഷണത്തിൽ അത് പറഞ്ഞതാണ്. ആത്മാവൈ പുത്രതാമാസി, അച്ഛൻ തന്നെയാണ് മകനും. പിതൃത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും മകനിലുമുണ്ട്. അപ്പം പിതാവിനെ പൂർണ്ണമായിട്ട് നിലനിർത്തേണ്ടി വരുന്നത് ഈ മകൻ തന്നെയാണ്. അതാണ് പുന്നാമ നരകത്രായതേതി പുത്ര എന്ന് പറയും. പുത് എന്ന് പേരുള്ള ഒരു നരകത്തിൽ നിന്ന് പിതാവിൻ്റെ ആത്മാവിന് മോചനം കൊടുക്കുന്നവൻ എന്നാണ് സങ്കല്പം. 28 നരകങ്ങളുണ്ട് അത്രേ. ആ നരകങ്ങളിൽ നിന്നെല്ലാം ഈ പുത് എന്ന് പറയുന്ന ഒരു നരകത്തിൻ്റെ പേരാ പുത്. ആ നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നവൻ, അതാ പുത്രൻ. അപ്പോൾ ഇന്ദ്രജിത്തിന് വല്ലാതെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാം. അപ്പോൾ ചെറിയച്ഛൻ മരിച്ചു എന്ന് കേട്ടിട്ട് അച്ഛൻ കടന്ന് നിലവിളിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? രാവണനെ ഇന്ദ്രജിത്ത് പോയി സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അങ്ങ് ദുഃഖം ഉപേക്ഷിക്കൂ. മേഘനാഥനായ ഞാൻ ജീവിച്ചിരിക്കെ അങ്ങ് സങ്കടപ്പെടുന്നത് ശരിയല്ല. അങ്ങ് സമാധാനമായിരിക്കൂ, ഞാൻ എല്ലാം ശരിയാക്കാം. അങ്ങയുടെ ചില ആളുകൾ പറയുന്ന പോലെ ഞാൻ എല്ലാം ശരിയാക്കാമെന്ന്. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നില്ലേ, അതുപോലെ എന്തായാലും ഞാൻ എല്ലാം ശരിയാക്കാം. ഇത് പക്ഷേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാം ശരിയാക്കാം. അങ്ങയുടെ ശത്രുക്കളെ എല്ലാം ഞാൻ കൊല്ലാം. ഞാനിതാ നികുംഭയിലേക്ക് പോവുകയാണ്. അവിടെ ഒരാഭിചാര ഹോമം നടത്താനുണ്ട്. ഒരാഭിചാര ഹോമം. എന്താണ് ഈ ആഭിചാര ഹോമം? ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് പറയുന്ന 4 വേദങ്ങളുണ്ട്. ആ വേദങ്ങളിൽ അഥർവ വേദത്തിലാണ് ഈ ആഭിചാരം ഉള്ളത്. അത് സാധാരണഗതിയിൽ ആളുകൾ അത് പഠിക്കാറില്ല. അതുകൊണ്ട് വേദത്രയെന്നേ സാധാരണ പറയാറുള്ളൂ. ഋക്ക് ആദ്യത്തെ വേദം, യജുസ് 2ാമത്തേത്, സാമം 3ാമത്തേത്. ഇങ്ങനെ 3 വേദങ്ങളാണ് സാധാരണ പഠിക്കാറുള്ളത്. അഥർവം അങ്ങനെ അധികം ആരും പഠിക്കാറില്ല. അതിന് കാരണം അഥർവ വേദം അല്ലെങ്കിൽ അഥർവണ വേദം, രണ്ട് ശരിയാണ്. അഥർവ വേദത്തിലാണ് ഈ ആഭിചാരങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. ആഭിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദുർമന്ത്രവാദ പടലമാണ് അതിനകത്തുള്ളത്. അത് കൂടുതൽ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ പഠിക്കുന്നവരുണ്ട്, നല്ലതുപോലെ പഠിക്കുന്നവരുണ്ട്. നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ വരുമല്ലോ. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും ഒരു പക്ഷേ. അഥർവം അതായത് ജഗ്രാഹ പാഠ്യവർഗ്വേദാത് സാമഭ്യോ ഗീതമേവച യജുർവേദാത് അഭിനയാത് രസാൻ അഥർവണാദവി എന്നാണ് അതിൻ്റെ സിദ്ധാന്തം. എന്നുവെച്ചാൽ അക്ഷരമായ ശാസ്ത്ര സങ്കേതമാണ് ഋഗ്വേദം. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷരമില്ലാത്തത്. ക്ഷരം എന്ന് പറഞ്ഞാലോ നാശം. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് എന്നാണ് അക്ഷരം. അശേഷേണ ക്ഷര, ഇത് അക്ഷര. നാശമില്ലാത്തതാണ് അക്ഷരം. അക്ഷരമായ ശാസ്ത്ര സങ്കേതം ആണ് ഈ ഋഗ്വേദത്തിലുള്ളത്. ആ ഋഗ്വേദമാണ് 1ാമത്തെ വേദം. അത് കഴിഞ്ഞ് 2ാമത് യജുസ്, ജഗ്രാഹ പാഠ്യ ഋഗ്വേദാത്, മറ്റേത് യജുർവേദാത് അഭിനയം എന്നാണ്. അതായത് ഈ മന്ത്രങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള സിമ്പലുകൾ, മുദ്രകളും മറ്റു കാര്യങ്ങളും ഒക്കെ, ഇപ്പോൾ ചിന്മുദ്രകൾ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ മുദ്രകളൊക്കെ കാണിച്ചുള്ള വൈദിക തന്ത്രം അനുസരിച്ച് ചെയ്യുന്ന രീതിയാണ് യജുർവേദത്തിലുള്ളത്. അപ്പോൾ അടുത്തതോ സാമഭ്യോ ഗീതമേവച പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപ സംഭവ ബാഹിമാൻ കൃപയാദേവ ശരണാഗത വത്സല, ഇതൊക്കെ സമവേദത്തിലെ മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾക്കെല്ലാം ചില താളക്രമങ്ങളുണ്ട്. ആ താളക്രമ ശ്രുതി ശുദ്ധമായ സുഭഗമായ താളക്രമങ്ങളോടെ മാത്രാ നിയമങ്ങളോടെ മന്ത്രം ജപിക്കണം. അതാണ് സാമഗാനം എന്നാണ് പറയുക. സാമഭ്യോ ഗീതമേവച എന്നാണ് പറയുന്നത്. അങ്ങനെ 3 വേദങ്ങൾ. പിന്നെ ഒന്ന് രസാൻ അഥർവണ, രസസിദ്ധാന്തം, രസശാസ്ത്രങ്ങളാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ചികിത്സാ കാര്യങ്ങൾ, ആഭിചാരക്രിയകൾ, മറ്റു കാര്യങ്ങളൊക്കെ വരും. ചില ഔഷധ പ്രയോഗങ്ങൾ ഒക്കെ. അപ്പം ഇങ്ങനെ വരുന്നതാണ് വേദത്രയം എന്നാണ് പറയുക. ത്രയി എന്ന് മാത്രം പറഞ്ഞാൽ 3 വേദങ്ങൾ എന്നർത്ഥം.
അതിനകത്ത് അതാണ് പിന്നെ യോധിക്കന്മാർ മാത്രാ നിയമങ്ങളോടെ പഠിപ്പിക്കുന്നത്. ഏകമാത്രം, ദ്വിമാത്രം, ത്രിമാത്രം, ചതുർമാത്രം, പഞ്ചമാത്രം, ഷൺമാത്രം, ഇങ്ങനെ 6 മാത്രകൾ വരെ ഇങ്ങനെ അങ്ങനെ വെച്ച് പഠിപ്പിക്കുക. അത് ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ചാണ് ഓരോ അക്ഷരങ്ങൾക്കും ഇത്ര. ഒരു ലഘുവിന് ഒരു മാത്ര. അതായത് ക, ച, ട, ത, പ, ഇങ്ങനെ ക, ച, ട, ത, പ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്കെല്ലാം ഒരു മാത്ര. ക, ച എന്ന് പറയാൻ 2 മാത്ര. ഇനി ച അങ്ങ് നീട്ടിയാലോ 2 മാത്രമേ ആയില്ലേ. മാത്ര എന്ന് പറഞ്ഞാൽ ഒരു ലഘു ഉച്ചരിക്കാനുള്ള സമയ അളവിനെയാണ് ഒരു മാത്ര എന്ന് പറയുന്നത്. ഇരിക്കട്ടെ. അപ്പോൾ ഒരു ആഭിചാര ക്രിയ നടത്താനുണ്ട്. ഞാൻ നികുംബിലയിലേക്ക് പോവുകയാണ്. നികുംബില എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലുണ്ടാക്കിയ ഒരു ഗുഹയാണ് ശരിക്കും. അവിടെയാണ് ഈ ഇവരുടെ യാഗങ്ങൾ, ഹോമങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യം ഒരുക്കി വെച്ചിരിക്കുന്ന. ഒരുപാട് പൂജാദ്രവ്യങ്ങളും അതുപോലെ പിന്നെ ഉപകരണങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അവിടെ ഇരുന്നാണ് അവരുടെ പൂജാ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ അതിൻ്റെ അധികാരി എന്ന് പറയുന്നത് ശുക്രാചാര്യനാണ്. ദേവഗുരു ബൃഹസ്പതിയും അസുരഗുരു ശുക്രനുമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 ഗുരുക്കന്മാരാണ് അവിടെ ഉള്ളത്. ദേവന്മാർക്ക് ബൃഹസ്പതിയാണ് വേണ്ട എല്ലാം ചെയ്യുന്നത്. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ബൃഹസ്പതി. വ്യാഴം എന്നാണ് അതിൻ്റെ വേറൊരു വാക്ക് വരുന്നത്. ഇപ്പോൾ വ്യാഴദശയാണ്. ജ്യോതിഷന്മാർ പറയും 16 വർഷം നിനക്ക് വ്യാഴത്തിൻ്റെ ദശയുണ്ട്, ഇപ്പം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, അതിൻ്റെ സ്വാവഹാരമാണെന്നൊക്കെ ജ്യോതിഷന്മാർ പറയും. അപ്പോൾ ഗുരു എന്നാണ് അത്. വ്യാഴം അത് വൈഷ്ണവത്വമുള്ളതും വൈഷ്ണവ പ്രഭാവത്തോടു കൂടിയുള്ളതുമാണ് ബൃഹസ്പതി. അതുപോലെ അസുര പ്രകൃതിയും അസുരന്മാരുടെ ശക്തിയെല്ലാം സംഭരിച്ചു വച്ചിരിക്കുന്നതുമൊക്കെ ഈ ശുക്രാചാര്യരുടെ പ്രതിഭയിലാണ്. ശുക്രാചാര്യരുടെ നിർദ്ദേശങ്ങളും താല്പര്യങ്ങളും അനുസരിച്ചാണ് ഈ അസുരന്മാർ ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഇന്ദ്രജിത്ത് നികുംബലയിലേക്ക് പോകുന്നു. അവിടെ ആഭിചാര ഹോമം നടത്താനുണ്ട്. അഗ്നിയിൽ നിന്ന് തേരും ആയുധങ്ങളും സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആർക്കും ജയിക്കാൻ കഴിയുകയില്ല അച്ഛ, അത് നേടാനാണ് ഞാൻ പോകുന്നതെന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം ഹോമശാലയിലേക്ക്, യാഗശാലയിലേക്ക്, ഈ ഭജനാലയത്തിലേക്ക്, ഈ യജ്ഞശാലയിലേക്ക് ഇന്ദ്രജിത്ത് പോവുകയാണ്. ചുവപ്പ് വസ്ത്രം, ചുവന്ന മാല, രക്തചന്ദനം ഉപയോഗിക്കാം. സാധാരണ ചന്ദനമല്ല. ഈ സാധാരണ ചന്ദനം എന്ന് പറയാൻ സാത്വികത കൂടുതലുള്ളതാണ്. അതുകൊണ്ടാണ് സാധാരണ ചന്ദനം അരച്ച് അതുകൊണ്ട് അത് ചന്ദനം കൊണ്ട് എപ്പോഴും മുകളിലോട്ടുള്ള കുറിയ തിലകം എന്ന് പറയും. ഊർധ്വപുണ്ട്രം ആണ്. ഊർധ്വപുണ്ട്രം മുകളിലേക്കുള്ള വരക്കുറി എന്നാണ്. വലത് കൈയിലെ പിന്നെ ചെറുവിരൽ കഴിഞ്ഞ് അടുത്ത വിരൽ, മോതിരവിരൽ, അണിവിരൽ എന്ന് പറയും. അണിവിരൽ കൊണ്ട് മുകളിലേക്ക് ചന്ദനം തോണ്ടിയെടുത്തിട്ട് 2 പുരികത്തിനും മധ്യത്തിൽ മുകളിലേക്ക് വരയ്ക്കുന്നതാണ് തിലകം അല്ലെ ഊർധ്വപുണ്ട്രം എന്ന് പറയുന്നത്. ഭസ്മമെല്ലാം ലേപനവിധിയാണ്. ഭസ്മം ഇടത് കൈയിലും വലത് കൈയിലുമായിട്ട് അല്പം ചാലിച്ചെടുക്കണം. 3 വിരലിലൂടെ ഇങ്ങനെ ചാലിച്ചെടുത്തിട്ട് വലത് കൈ കൊണ്ട് ഇടതുവശത്ത് നിന്ന് വലത്തോട്ടും ഇടത് കൈ കൊണ്ട് ഇടത്തു നിന്ന് വലത്തോട്ടും വരയ്ക്കുന്നതാണ് ശരിയായ ഭസ്മലേപന വിധി. എന്നിട്ട് ബാക്കി എല്ലായിടത്തും ഇത് ചെയ്യുകയും ചെയ്യും. അനുഭവ ബ്രഹ്മവൈദ്യ ചിന്താമണി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് സിദ്ധവൈദ്യത്തെക്കുറിച്ച് ഉള്ള പരാമർശമാണ്. അതിൽ ഭസ്മവിധി ഉണ്ട്. എങ്ങനെയാണ് ഭസ്മം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉണ്ട്. നമ്മുടെ സാധാരണ ഭസ്മമല്ല. തമിഴ്നാട്ടിൽ നിന്ന് ഈ മണ്ണ് പൊടിച്ച് സുഗന്ധദ്രവ്യം ചേർത്ത് വരുന്നതല്ല ശരിയായ ഭസ്മം. ശിവരാത്രി ദിവസം, കുംഭമാസത്തിലെ ശിവരാത്രി ദിവസം ഈ ചാണകം ഉണക്കി എടുത്ത് ഉമിത്തിയിൽ ഇങ്ങനെ കത്തിച്ച് എടുത്തിട്ട് അത് ഉമി എല്ലാം തൂത്തി കളഞ്ഞിട്ട് തീ അണഞ്ഞു കഴിയുമ്പോൾ അതിന് വെന്ത ചാണകം മാത്രം എടുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നിട്ട് ആ അടിയിലത് അതിൻ്റെ പ്രസിപ്പിറ്റേറ്റ്, അതിൻ്റെ അവക്ഷിപ്തം അടിയിൽ വരുമ്പോൾ അതിന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് പിന്നെയും ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് അങ്ങനെ നിഴലിൽ ഉണക്കിയതിന് ശേഷം അത് ഉണങ്ങി വരുന്ന സമയത്ത് ഉരുട്ടി ഇങ്ങനെ വെച്ചേക്കണം. ആ ഉരുട്ടി നിഴലിൽ തന്നെ ഉണക്കിയെടുക്കണം. അത് നല്ലവണ്ണം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാരി സൂക്ഷിച്ച് വയ്ക്കാം. അത് അല്പം എടുത്ത് വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചാൽ തന്നെ നിരവധി അസുഖങ്ങൾക്ക് അത് പ്രതിവിധിയാണ് എന്ന് ഈ അനുഭവ ബ്രഹ്മവൈദ്യ ചിന്താമണി എന്ന പുസ്തകത്തിനകത്ത് പ്രസ്താവിക്കുന്നുണ്ട്. അത് സിദ്ധവൈദ്യത്തിലാണ് ഇതുള്ളത്. സിദ്ധവൈദ്യം, യുനാനി, ആയുർവേദം എന്നൊക്കെ പറഞ്ഞ പല ചികിത്സാ രീതിയിലുണ്ടല്ലോ. അതിലൊന്ന് സിദ്ധവൈദ്യം ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. എന്തായാലും ശരി, ഇങ്ങനെ രാവണനെ സമാധാനിപ്പിക്കാൻ ഇന്ദ്രജിത്ത് ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോയി ചുവന്ന മാലയും രക്തചന്ദ്രയും ധരിച്ച് മൗനവ്രതത്തോടെ ഒന്നും മിണ്ടതില്ല. വ്രതമായി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല. ഈ മൗനമായി കഴിഞ്ഞാൽ ശക്തിയെ സംഭരിക്കുക ചെയ്യുന്നത്. അതാ മൗനം. അത് വെറുതെ ഒരു മൗനം ഒരിക്കലും അത് മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മൗനവ്രതമല്ല. ഗാന്ധിജി കുറേ നാൾ മിണ്ടാതിരുന്നു. ശരിയായ മൗനവ്രതം ആയിരുന്നില്ല ഗാന്ധിജി അനുഷ്ഠിച്ചത്. മൗനവ്രതത്തിൽ ഇരുന്നു 14 ദിവസം മറ്റോ മൗനവ്രതം ഇരുന്നു ഗാന്ധിജി. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എഴുതി കാണിക്കും. അത് തെറ്റാണ്. മനസ്സുകൊണ്ട് പോലും ഈ മൗനം ഉണ്ടാവണം. വചാടോ ബഹു വാക്കെന്നാണ് വാചാൻ്റെ ലക്ഷണം. വാചാലൻ ടാക്കച്ചീവ് എന്ന് പറയുന്നത്. അത് അനാവശ്യമായിട്ട് സംസാരിക്കുക.
അത് മൗനം അതല്ല, മനസ്സുകൊണ്ട് പോലും സംസാരിക്കാൻ പാടില്ല. ആശയവിനിമയം എന്ന് പറയുന്നത് മനസ്സുകൊണ്ടുള്ള സംഭാഷണമാണ്. അതുകൊണ്ട് അത് പാടില്ല, മനസ്സുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ചിലർ കാവ്യവസ്ത്രം എടുക്കത്തില്ലേ, സന്യാസിയാണെന്നും പറഞ്ഞ് ശരീരത്തിൽ കാവ്യവസ്ത്രം ഉടുപ്പിക്കും, ശരീരം മൊത്തം വെറുതെ വരയും കുറിയിട്ടുകൊണ്ട് നടക്കും, സന്യാസിയാണെന്ന വിചാരം. മനസ്സിനെ കാവ്യ ഉടുപ്പിക്കണം, അതാ വേണ്ടത്. മനസ്സിന് സാത്വികത ഉണ്ടാകണം, അല്ലാതെ ശരീരത്തിൻ്റെ ഈ പുറംചട്ട കാവ്യമായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതാരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പം യഥാർത്ഥ മൗനവ്രതം എന്ന് പറയുന്നത് മനസ്സുകൊണ്ടും നമ്മുടെ വായ കൊണ്ടും മിണ്ടാതിരിക്കൽ എന്നാണ്. ശക്തിയെ ഉള്ളിലേക്ക് സംഭരിച്ച് നിർത്തുകയാണ്. മറ്റിടങ്ങളിൽ നിന്നുള്ള ചൈതന്യധന്യമായ ഭാവങ്ങളെ മുഴുവൻ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട്, തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിട്ട്, മനസ്സെന്ന ഉപാധിയിലൂടെ ഈ ഭാവത്തെ ഉള്ളിലേക്ക് സമന്വയിപ്പിച്ച് ഏകാഗ്രമാക്കി വയ്ക്കുക. അങ്ങനെ ശക്തിയെ സംഭരിച്ച് വയ്ക്കുക. ജപിക്കാനും ആ ജപഭാവത്തിൻ്റെ ആന്തരാർത്ഥം ഉൾക്കൊള്ളുന്നതിന് ആവശ്യമായി ബോധത്തെ തയ്യാർ ചെയ്ത് വയ്ക്കുക. അതാണ് ശരിയായ ധ്യാനം. അല്ലാതെ വിളക്ക് ദൈവമേ ഭഗവാനെ എന്ന് ജപിച്ചു, അയ്യോ മഴ വരുന്നില്ല, അവിടെ കിടന്ന് തുണിഞ്ഞെടുത്തിട്ട് ആ വിറക് ഇപ്പം നനഞ്ഞാണ് അത് മാറ്റി, ഇതല്ല പ്രാർത്ഥന, ഇതല്ല ജപം, ഇതല്ല ശരിയായ ആ പ്രാർത്ഥനയുടെ സ്വഭാവം. ഓക്കെ, അപ്പോൾ അങ്ങനെ ജപിക്കാൻ കയറിപ്പോയി. ഈ വിവരം ചാരന്മാർ മൂലം വിഭീഷണൻ അറിഞ്ഞു. രാമൻ്റെ അടുത്തിരുന്ന വിഭീഷണൻ ചാരന്മാർ മൂലം അറിഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ ദുർബുദ്ധിയായ മേഘനാഥൻ ഇങ്ങനെ ഒരു ഹോമം നടത്താൻ, ആഭിചാര ഹോമമാണ് നടത്താൻ പോകുന്നുണ്ട് പിന്നെ ഭഗവാനെ എന്ന് രാമചന്ദ്രനോട് പറയുകയാണ്. ഹോമം പൂർത്തിയായ പിന്നെ അവനെ ആർക്കും ജയിക്കാൻ കഴിയില്ല. അത്ര അജയ്യമായ ഒരു സംഗതിയാണ് ഈ ആഭിചാര ഹോമം. അതുകൊണ്ട് അത് എങ്ങനെയും തടസ്സം ഉണ്ടാക്കണം. അവിടുന്ന് കൽപ്പന തന്നാൽ മതി, ഞാൻ ലക്ഷ്മണനോട് കൂടിപ്പോയി അവനെ വധിപ്പിക്കാം, അങ്ങയുടെ അനുജൻ മേഘനാഥനെ വധിക്കും, സംശയമില്ല. അങ്ങയുടെ അനുജനായ ലക്ഷ്മണൻ, ആ ലക്ഷ്മണൻ മേഘനാഥനെ വധിക്കും, സംശയമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാം പറഞ്ഞു, ഇന്ദ്രജിത്തിനെ കൊല്ലാൻ ഞാൻ തന്നെ വരാം, ആത്മയാത്ര കൊണ്ട് അവനെ നിഗ്രഹിക്കാം. വിഭീഷണൻ പറഞ്ഞു, 12 കൊല്ലക്കാലം ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ച് ജീവിച്ചവന് മാത്രമേ മേഘനാഥനെ കൊല്ലാൻ കഴിയൂ. ബ്രഹ്മാവ് അവന് അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് പോകുന്നത് മുതൽക്ക് ലക്ഷ്മണൻ അങ്ങയുടെ സേവന തൽപരനായി ഊണും ഉറക്കവും ഇല്ലാതെയാണ്. ഊണുമില്ല, ഉറക്കമില്ല. അത് വായു ആഹാരമായിരുന്നു ലക്ഷ്മണന്. വായു ഈ നദീതീരത്തും സമുദ്രതീരത്തും ഒക്കെ പോയി എന്നിട്ട് വാ തുറന്നു പിടിക്കും, എന്നിട്ട് ആ വായു ഉള്ളിലേക്ക് ആവാഹിക്കും. അതായിരുന്നു ലക്ഷ്മണൻ്റെ ആഹാരം. അല്ലാതെ ഈ തീനും കുടിയൊന്നുമില്ല. അപ്പോൾ എത്ര വർഷമാണ്? 12 വർഷമായി അല്ലേ? അങ്ങനെ അത്രയും കാലം. അപ്പോൾ ബ്രഹ്മാവന് അങ്ങനെ വരം കൊടുത്തിട്ടുണ്ട്. ഈ വരം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ ലക്ഷ്മണനെ വേഗം എന്നോടൊന്ന് ചായക്കണം. ഭൂമിയെ ധരിക്കുന്ന ആദിശേഷനല്ലേ ലക്ഷ്മണൻ. വിഭീഷണൻ അത് ഗ്രഹിച്ചിട്ടുണ്ട്, രഹസ്യം. ഇവരുടെ അവതാര രഹസ്യം എന്താണെന്ന് കൃത്യമായിട്ട് ഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ ഇയാൾ എപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ജഗത്തിൻ്റെ മുഴുവൻ നിയന്താവായ സാക്ഷാൽ നാരായണനായ അങ്ങയ്ക്ക് അറിയാതുണ്ടോ? അങ്ങയ്ക്കിതെല്ലാം അറിയാം, ഞാൻ പറയണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ലക്ഷ്മണനെ ഈ ഭൂമിയുടെ ഈ ഭാരം, ഇന്ദ്രജിത്ത് എന്ന ഭാരം ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ലക്ഷ്മണൻ തന്നെ വരണം. അതുകൊണ്ട് അങ്ങനെ വന്ന് എൻ്റെ കൂടെ അയക്കണം, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇന്ദ്രജിത്തിനെ വധിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പ് വിഭീഷണനിലൂടെ നടത്തപ്പെടുന്നത്. നമസ്കാരം.